പകലിലെ ളുഹർ മുതലാണ് നിസ്കാരം നിർബന്ധമായത്. അതെങ്ങനെയാണ് നിസ്കാരത്തിന്റെ രൂപം? മഹാനായ റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചു, വുളൂ ചെയ്തു. ജിബ്രീൽ അലൈഹിസ്സലാം വുളൂ ചെയ്തു. അത് കണ്ട് നബി തങ്ങൾ വുളൂ ചെയ്തു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കഅബ ശരീഫിന്റെ ആ വാതിലിനോട് ചേർന്ന സ്ഥലത്ത് ഇമാമായി നിന്ന് നിസ്കരിച്ചു. അതിന്റെ പിറകിൽ തിരു മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഅമൂമായി നിന്ന് നിസ്കരിച്ചു. ജിബ്രീൽ നിസ്കാരം പഠിപ്പിച്ചു കൊടുത്തു. അന്ന് മുതലാണ് നിസ്കാരം നിർബന്ധമായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിസ്കാരം പഠിപ്പിച്ചത് ആരാണ്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. അന്ന് നബി തങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ മറ്റുള്ളവർക്ക് സഹാബാക്കൾക്ക് നിസ്കാരം പഠിപ്പിച്ചത് ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. വുളൂ ചെയ്യാൻ പഠിപ്പിച്ചതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പറഞ്ഞു വന്നത്, നിസ്കാരം മിഅ്റാജിന്റെ രാത്രിയിൽ നിർബന്ധമായിട്ട് പോലും പിറ്റന്നത്തെ ആദ്യത്തെ വരുന്നത് സുബഹിയാണ്. ആ സുബഹി നിസ്കാരം നിർബന്ധമില്ലാതെ നിസ്കരിക്കാതിരുന്നത് നിസ്കാരത്തിന്റെ രൂപം അറിഞ്ഞുകൂടാത്തത് കൊണ്ടാ. കാരണം നിസ്കാരത്തിന്റെ രൂപം, അതിന്റെ ഷർത്തുകളും ഫർളുകളും അതിന്റെ മര്യാദകളും അറിയാതെ ഒരാൾ നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവൂല. അല്ലെ? എല്ലാവരും നിസ്കാരം തന്നെ. അവസാന കാലഘട്ടത്തെ കുറിച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഒരു പള്ളിയിൽ, ഒരു മസ്ജിദിൽ നൂറുകണക്കിന് ആളുകൾ നിസ്കരിച്ചാൽ അതിൽ 5-ൽ ഒരാളിന്റെ നിസ്കാരം പോലും അല്ലാഹു സ്വീകരിക്കില്ല. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതെന്തുകൊണ്ടായിരിക്കും? ഇത് തന്നെയായിരിക്കും പ്രശ്നം. ഇതന്നെയായിരിക്കും. എല്ലാരും നിസ്കാരക്കാരാകും, പക്ഷേ അവരവർ ചെയ്യുന്ന ഇബാദത്തിനെ കുറിച്ച് അവർക്കൊരു ധാരണ ഉണ്ടാവൂല, ഒരു ബോധം ഉണ്ടാവൂല. എല്ലാവരും ചെയ്യുന്നു, അതുകൊണ്ട് ഞാനും ചെയ്യുന്നു. എന്തൊക്കെ ചെയ്യണം, എങ്ങനെ ചെയ്യണം, അതിന്റെ മര്യാദകൾ, ഷർത്തുകൾ ഒക്കെ പാലിച്ചുകൊണ്ടല്ലാതെ ആ ഇബാദത്ത് സഹിയാവൂല. അല്ലാഹു തആല നമ്മുടെ വരുന്ന ഇബാദത്തുകൾ, നമ്മൾ ചെയ്യുന്ന അമലുകളിൽ വരുന്ന പോരായ്മകൾ അല്ലാഹു പരിഹരിച്ചു തരുമാറാകട്ടെ. ഇസ്ലാം കാര്യങ്ങൾ നമുക്കറിയാം. ഇസ്ലാം കാര്യങ്ങൾ എത്രയാണുള്ളത്? 5 അല്ലെ? 1, 2 ഷഹാദത്ത് കലിമ അർത്ഥമറിഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് പറയുക. എന്നാൽ മാത്രമേ അവൻ മുസ്ലിം ആവുകയുള്ളൂ. അടിസ്ഥാനപരമാണ്. ഒരു മുസ്ലിമായ ഉമ്മാക്കും വാപ്പാക്കും ജനിച്ചൊരു മകൻ, ആ മകനെ ഉമ്മയും വാപ്പയും വളർത്തി, മുസ്ലിം പേരിട്ടു. പക്ഷേ അവൻ മദ്രസയുടെ പടിവാതിൽക്കൽ കണ്ടിട്ടില്ല. അവൻ ഇന്ന് വരെ ഷഹാദത്ത് കലിമ ഉച്ചരിച്ചിട്ടില്ല. അവൻ പ്രായപൂർത്തിയായി. അവൻ ആരല്ല? മുസ്ലിം അല്ല. ഉമ്മ മുസ്ലിം, ഒക്കെ വാപ്പ മുസ്ലിം. പക്ഷെ ഇവൻ ഇന്ന് വരെ എന്ത് ചെയ്തിട്ട് 10-18 വയസ്സായി, ഇന്ന് വരെ ഇവൻ ഷഹാദത്ത് കലിമ അർത്ഥമറിഞ്ഞ് മനസ്സിലുറപ്പിച്ച് നാവ് കൊണ്ട് പറഞ്ഞിട്ടില്ല എങ്കിൽ അവൻ മുസ്ലിം അല്ല. ആയിരക്കണക്കിന് ആളുകൾ ഈ വർത്തമാന കാലത്ത് ഇന്ത്യയിൽ അങ്ങനെ ജീവിക്കുന്നുണ്ട്. കേരളത്തിൽ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിലൊക്കെ മദ്രസ രംഗമൊക്കെ പണ്ട് മുതലേ ഉണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ പഴയ കാലത്ത് ലബ്ബമാരുണ്ടായിരുന്നു. പിന്നെ മദ്രസയൊക്കെ സജീവമായിട്ടൊക്കെ എല്ലാ മുസ്ലിം കുടുംബങ്ങളിലും അൽഹംദുലില്ലാ മദ്രസ വിദ്യാഭ്യാസം കിട്ടി. അങ്ങനെ ഷഹാദത്ത് കലിമയെങ്കിലും മക്കൾക്ക് പഠിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇന്ന് പുതിയ യുഗത്തില്, പുതിയ കാലത്തില് മുസ്ലിമീങ്ങളായിട്ട് ഒരു ബന്ധവുമില്ലാതെ ജീവിക്കുന്ന എന്താ പറയാ, ഫ്ലാറ്റുകളിലൊക്കെ പരിസരവാസികളുമായിട്ടൊരു ബന്ധമില്ല, ഒരു മഹല്ലുമായിട്ടൊരു ബന്ധമില്ലാതെ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ മക്കൾക്ക് എന്തിന് ഭാഗ്യം കിട്ടിയിട്ടില്ല? എനിക്കറിയാം, എനിക്ക് വ്യക്തിപരമായിട്ടറിയാം. അതുകൊണ്ട് പറയാം, അവരുടെ മക്കൾക്ക് ഇന്ന് വരെ 10, 18, 20 വയസ്സായി ഡോക്ടറായിട്ടുണ്ടാവും. MBBS-ഉം BSc നഴ്സിംഗും അല്ലെ IAS ഒക്കെ എടുത്തിട്ടുണ്ടാവും. പക്ഷെ അവർക്ക് ഇന്ന് വരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിയുടെ അർത്ഥം അറിഞ്ഞ് മനസ്സിലുറപ്പിച്ചുകൊണ്ട് പറയാൻ കഴിഞ്ഞിട്ടില്ല. അള്ളാഹുവിന്റെ ലിസ്റ്റിൽ അവൻ ആരല്ല? റേഷൻ കടയിലെ ലിസ്റ്റില് മുസ്ലിം പേരായിട്ട് മുസ്ലിമാണ് അല്ലെ? അവന്റെ മതമേതെന്ന് ചോദിച്ചാൽ മുസ്ലിം എന്ന് പറയും. പക്ഷെ അള്ളാഹുവിന്റെ ലിസ്റ്റിൽ ഒരാൾ മുസ്ലിം ആകണമെങ്കിൽ മുസ്ലിമായ ഉമ്മാക്ക് പിറന്നാൽ പോരാ, മുസ്ലിമായ പിതാവിന് പിറന്നാൽ പോരാ. അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് അർത്ഥമറിഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് പറയണം. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഇത് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവന്റെ മേൽ രണ്ടാമത്തെ കാര്യം എന്താ? ഇസ്ലാം കാര്യങ്ങളിൽ ഇഖാമുസ്സലാ. മഹാനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരിക്കൽ
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്ന് ഇരുന്നിട്ട് തങ്ങളോട് ചോദിക്കുന്നുണ്ടല്ലോ, അഖ്ബിർനി അനിൽ ഇസ്ലാം, നബിയെ എനിക്ക് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു തരിക. അഖ്ബിർനി അനിൽ ഈമാൻ, എനിക്ക് ഈമാനിനെ കുറിച്ച് അറിയിച്ചു തരിക. അഖ്ബിർനി അനിൽ ഇഹ്സാൻ, ഇഹ്സാനിനെ കുറിച്ച് അറിയിച്ചു തരിക എന്നൊക്കെ പറഞ്ഞല്ലോ. ആ കൂട്ടത്തിൽ ഇസ്ലാമിനെ കുറിച്ച് അറിയിച്ചു തരാൻ പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, അന്തഷ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഒന്ന്. രണ്ട്, വ ഇഖാമുസ് സ്വലാ, നിസ്കാരം നിലനിർത്തുക. ഇതിനോട് പറഞ്ഞത് നിസ്കാരം നിലനിർത്തുക. ഇപ്പൊ ഒരാൾ ഷഹാദത്ത് കലിമയിൽ മുസ്ലിം ആയാൽ പിന്നെ അവന്റെ മേൽ നിർബന്ധമായ കാര്യം എന്താണ്? അപ്പൊ അതാണ് ഇന്ന് രാവിലെ ഒരാൾ മുസ്ലിമായി, അവന്റെ മേൽ നിർബന്ധം അടുത്ത ളുഹർ ആവുമ്പോൾ എന്ത് ചെയ്തിരിക്കണം? നിസ്കാരം നിർവഹിച്ചിരിക്കണം. അപ്പൊ അതിനു മുമ്പ് നിസ്കാരത്തെ കുറിച്ച് അറിഞ്ഞില്ലെങ്കിലോ ആ ളുഹറിന് മുമ്പ് അവൻ പരമാവധി നിസ്കാരത്തെ കുറിച്ച് പഠിച്ചിരിക്കൽ നിർബന്ധം. വേറെ ഏതൊരു കാര്യത്തെക്കാളും അവന് നിർബന്ധം നിസ്കാരത്തെ കുറിച്ച് പഠിക്കൽ. അപ്പൊ ളുഹറായപ്പോഴേക്കും അവൻ നിസ്കാരത്തെ കുറിച്ച് പകുതി പഠിച്ചിട്ടുണ്ട്. ആ പകുതി വെച്ചിട്ട് എന്ത് ചെയ്യുക? അവൻ നിസ്കരിക്കുക. ഇപ്പൊ ഫാത്തിഹ അറിഞ്ഞുകൂടെങ്കിലോ ഇൻഷാല്ലാഹ് നിസ്കാരത്തെ കുറിച്ച്, നിസ്കാരത്തിന്റെ ഫർള് പറയുമ്പോൾ നമ്മൾ അവിടെ പറയും. അവനെ അറിയില്ലെങ്കിൽ ബിസ്മി മാത്രമേ പഠിച്ചോളെങ്കിലോ അവൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആവർത്തി ചോദിക്കൊണ്ടിരിക്കണം 7 പ്രാവശ്യം. 7 ആയത്തല്ലേ ഫാത്തിഹ, അതാ. അപ്പോ അവൻ അത്ര നിർബന്ധം. പിന്നെ അസറാകുമ്പോഴോ ബാക്കിയും കൂടി പഠിക്കണം. അസറായിട്ടും പഠിച്ചു തീർന്നില്ലെങ്കിൽ ആ പഠിച്ചത് വെച്ചുകൊണ്ട് നിസ്കരിക്കണം. മഗ്രിബാകുമ്പോഴോ ബാക്കിയും കൂടെ പഠിക്കണം. ഇതാരെ കാര്യം പറഞ്ഞത്? ഇതാരോ കാര്യം പറഞ്ഞു? ഇന്ന് രാവിലെ നമ്മൾ മുസ്ലിമായിട്ടോ? ഇന്ന് രാവിലെ മുസ്ലിം ആകുന്ന ഒരാളെ ഇശാന് മുമ്പ് അവൻ ചുരുക്കി പറഞ്ഞാൽ എന്ത് ചെയ്തിരിക്കണം? നിസ്കാരത്തെ കുറിച്ച് പരിപൂർണമായിട്ട് അവൻ പഠിച്ചിരിക്കണം. വുളൂവിനെ കുറിച്ച് പരിപൂർണമായി പഠിച്ചിരിക്കണം. ഉദാഹരണം ഞാൻ പറഞ്ഞതാ. നമ്മളൊക്കെ മുസ്ലിമായിട്ട് നമ്മളെ അല്ലെ വർഷങ്ങൾ എത്രയായി? ഇന്നും നമ്മുടെ വുളൂ പൂർണ്ണമാണോ? നമ്മുടെ നിസ്കാരം പൂർണ്ണമാണോ? അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. നമ്മൾ പരിഹാസമായിട്ടോ ആക്ഷേപമായിട്ടോ പറയുന്നതല്ല. നമ്മൾ നമ്മളെ കുറിച്ചൊന്ന് വിലയിരുത്താൻ വേണ്ടി നമ്മളൊന്ന് പരസ്പരം നമ്മളൊന്ന് ചർച്ച ചെയ്യുകയാണ്. അള്ളാഹു നല്ല നിലയിൽ പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ. അപ്പോ രണ്ടാമത്തെ കാര്യം നിസ്കാരം നിലനിർത്തുക. മൂന്നാമത്തത് സക്കാത്ത് കൊടുക്കുക. നാലാമത്തത് റമളാനിൽ നോമ്പനുഷ്ഠിക്കുക. അഞ്ചാമത് ഹിജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല. ഈ 5 കാര്യങ്ങളാണ് നിർബന്ധം. അപ്പൊ ഷഹാദത്ത് കലിമ ചൊല്ലി കഴിയുന്ന ഒരാളിന് പിന്നെ നിർബന്ധം നിസ്കാരമാണ്. നിസ്കരിക്കണമെങ്കിൽ 5 ഷർത്തുകളുണ്ട് അല്ലെ? നിസ്കാരം ശരിയാകാൻ 5 ഷർത്തുകൾ മദ്രസയിലൊക്കെ എണ്ണി പഠിച്ചിട്ടുണ്ടല്ല. 1, അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക. 2, നജസിൽ നിന്ന് ശുദ്ധിയാവുക. 3, ഔറത്ത് മറയ്ക്കുക. 4 ഔറത്ത് മറയ്ക്കുക. 4 ഖിബിലയ്ക്ക് നേരിടുക. 5 സമയമായെന്നറിയുക. 5 കാര്യങ്ങളാണ്. ഒന്ന് പറഞ്ഞു നോക്കിയാലോ നമുക്കൊന്ന്? അല്ലെ മക്കളെയൊക്കെ പറഞ്ഞു പഠിപ്പിക്കുക. ഒന്ന് പറയാം നമുക്ക്. ഒന്നെന്താണ്? 2 അശുദ്ധികളിൽ നിന്ന് ശുദ്ധിയാവുക. 2 നജസിൽ നിന്ന് ശുദ്ധിയാവുക. 3 ഔറത്ത് മറയ്ക്കുക. 4 ഖിബിലയ്ക്ക് അഭിമുഖമാകുക. 5 സമയമായെന്നറിയുക. അല്ലെ? ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വിദ്യാർത്ഥിയാകാം, പഠിക്കാം ഇൻഷാ അല്ലാഹ്. നമ്മളല്ലേ പഠനം എന്ന് പറയുന്നത് തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന് പറഞ്ഞാല് ഉമ്മയുടെ മടിത്തട്ടിൽ തൊട്ടിൽ കിടക്കുന്ന പോലെ മയ്യത്ത് കട്ടിലിൽ എത്തുന്നത് വരെ നമുക്ക് എന്ത് ചെയ്യാം? പഠിച്ചുകൊണ്ടേയിരിക്കാം. നമ്മളൊക്കെ പഠിച്ചു തന്നെയാണ്. നമ്മളെല്ലാം എപ്പോഴും വിദ്യാർത്ഥികളാണ്. പഠിക്കാത്ത ഇരിക്കുന്നവൻ ജീവിതം വെറുതെയായാൽ ജീവിതം വെറുതെയായി പോകും അല്ലെ? പഠിച്ചാൽ അല്ലെ അതനുസരിച്ച് അവന്റെ ജീവിതം മെച്ചപ്പെടും. അപ്പോ 5 കാര്യങ്ങളാണ് നിസ്കാരത്തിന്റെ ഷർത്തുകൾ. നിസ്കാരം ശരിയാകണമെങ്കിൽ 5 കാര്യം. അതിൽ ഒന്നാമത് പറഞ്ഞത് എന്താണ്? അവിടെ മുതൽ നമുക്ക് തുടങ്ങാം. നിസ്കാരത്തിന്റെ ഷർത്തുകൾ 5. അതിൽ ഒന്നാമത്തത് 2 അശുദ്ധികളിൽ നിന്ന് ശുദ്ധിയാവുക. 2 അശുദ്ധി എന്ന് പറഞ്ഞാൽ ഹദസുൽ അസ്ഗർ എന്നും ഹദസുൽ അക്ബർ എന്നും പറയും കിതാബുകളിൽ. ചെറിയ അശുദ്ധിയും വലിയ അശുദ്ധിയും. 1 ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക. 2 വലിയ അശുദ്ധിയും ശുദ്ധിയാവുക. ചെറിയ അശുദ്ധിയും ശുദ്ധിയാകാൻ വുളൂ ചെയ്യണം. വലിയ അശുദ്ധിയും ശുദ്ധിയാകാൻ കുളിക്കണം. ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകുന്ന വുളൂഇന് 5 ഷർത്തുകളുണ്ട്. വുളൂഇന് ഷർത്തുകളുമുണ്ട്, ഫർളുകളുമുണ്ട്. ഷർത്ത് ശരിയാകണം, ഫർളും ശരിയാകണം. ഇത് രണ്ടും കൂടി ശരിയായാലേ എന്താവുള്ളൂ? വുളൂ ശരിയാവുള്ളൂ. വുളൂ എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. നമ്മൾ പെട്ടെന്ന് വന്നിട്ട് പൈപ്പ് തുറന്നിട്ട് കൈ കഴുകി അല്ലെ, മുഖം കഴുകി 2 കാലൊക്കെ കഴുകി പകുതി നനഞ്ഞ് അവിടെ നനഞ്ഞ് ഇവിടെ നനഞ്ഞ് പെട്ടെന്ന് കയറി അല്ലെ. പക്ഷെ വുളൂ എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല.
വുളു എന്ന് പറയുന്നത് ഈ വുളുവിന്റെ അടയാളത്തെയാണ് നാളെ പരലോകത്ത് അല്ലാഹു തആല നമ്മളെ വേർതിരിക്കുന്നത്, അല്ലേ? നാളെ പരലോകത്ത് എന്റെ ഉമ്മത്തിന് അറിയപ്പെടുന്നത് അവരുടെ വുളുവിന്റെ അടയാളങ്ങളാൽ അവരുടെ കൈകാലുകളും മുഖവും പ്രകാശിച്ചവരായി അവരെ വിളിക്കപ്പെടുന്നതാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പരലോകത്ത് ആദം നബി അലൈഹി സ്വലാമിന്റെ ഉമ്മത്ത് മുതൽ ഇത്രയും വർഷം 1,24,000 പരം വരുന്ന പ്രവാചകന്മാർ, അവരുടെ എല്ലാവരുടെയും അനുയായികൾ ആ പ്രവാചകന്മാരോടൊപ്പം ഉണ്ടാകും, അവരുടെ സമുദായം അവരോടൊപ്പം ഉണ്ടാകും. ചിലപ്പോൾ 1-2 അനുയായികളായിരിക്കും പ്രവാചകന്മാരോടൊപ്പം, എന്നാൽ ഏറ്റവും കൂടുതൽ ഉമ്മത്ത് എന്നോടൊപ്പമായിരിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ ഉമ്മത്തിനെ തിരിച്ചറിയാനുള്ള അടയാളം അവർ വുളു ചെയ്തതിന്റെ അടയാളത്താൽ അവരുടെ കൈകാലുകളും മുഖവും പ്രകാശിച്ചവരായിരിക്കും. അപ്പൊ പിന്നെ വുളു ചെറിയ കാര്യമാണ്. പരലോകത്ത് നമ്മൾ അറിയപ്പെടുന്നത് തന്നെ ഈ വുളുവിന്റെ അടയാളം. അതുകൊണ്ട് നിങ്ങൾ വുളു ചെയ്യുമ്പോൾ നിങ്ങളുടെ കൈകാലുകളും മുഖവും നിങ്ങൾ നീട്ടി കഴുകണേ, വിശാലമായി കഴുകണേ എന്നുകൂടി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പിന്നെ വുളുവിന്റെ ഷർത്തും ഫർദും ശരിയായില്ലെങ്കിൽ പിന്നെ അതിനോടൊപ്പം സുന്നത്തുണ്ട്. സുന്നത്ത് ഒരു പക്ഷേ വിട്ടുപോയാലും കുഴപ്പമില്ല, പക്ഷെ ഷർത്തും ഫർദും ശരിയായില്ലെങ്കിലോ വുളു ശരിയാവില്ല. വുളു ശരിയായില്ലെങ്കിലോ ലാ സ്വലാത്ത ലിമൻ ലാ വുളു അലഹു, വുളു ഇല്ലാത്തവന് നിസ്കാരം ഇല്ല, നിസ്കാരം ശരിയാവൂല. അപ്പൊ ഈ കുനിഞ്ഞു നൂരുന്നതും സുജൂദിലും ഒക്കെ എല്ലാം വെറുതെയാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ വുളുവിന് 5 ഷർത്തുകൾ. ഒന്നാമത്തെ എന്താ? മദ്രസ പഠിച്ചേക്കുന്ന ഓർമ്മ വരട്ടല്ലേ. ഒന്നാമത്തെ എന്താണ്? നിസ്കാരത്തിന്റെ ഷർത്തല്ല, വുളുവിന്റെ ഷർത്ത്. ഒന്നെന്താണ്? മാഉൻ മുത്തലഖുൻ, നിരുപാധികമായ വെള്ളം കൊണ്ടായിരിക്കുക വുളു ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാൽ വേറൊരു പേരും പറയാത്ത വെറും വെള്ളം. വെറും വെള്ളം എന്ന് പറഞ്ഞാല് നമ്മൾ ഒരുപാട് വെള്ളങ്ങൾ ഉണ്ടല്ലോ, അല്ലെ? നാരങ്ങ വെള്ളമുണ്ട്, അതുപോലെ തന്നെ കരിക്കും വെള്ളമുണ്ട്, അതുപോലെ പല പേരിൽ അറിയപ്പെടുന്ന വെള്ളങ്ങൾ. ഇതൊന്നുമല്ലാത്ത സാധാരണ വെള്ളം ഏതുകൊണ്ടായിരിക്കണം വുളു ചെയ്യേണ്ടത്. അപ്പം അങ്ങനെ അല്ലാത്ത വെള്ളം കൊണ്ട് ആരെങ്കിലും വുളു ചെയ്തെന്ന് ചോദിച്ചാൽ, അങ്ങനെ ഏതെങ്കിലും അവസരത്തിൽ നമുക്ക് അങ്ങനത്തെ വെള്ളങ്ങൾ കിട്ടിയാലോ, ഏതെങ്കിലൊക്കെ കളർ കലക്കിയ വെള്ളം, ഏതെങ്കിലൊക്കെ നിറം കലങ്ങിയ വെള്ളം, ഇപ്പൊ ഒരു കുളത്തിൽ കലങ്ങിയ വെള്ളം, ആ വെള്ളം കൊണ്ട് വുളു ചെയ്തതിന് കുഴപ്പമില്ല. അതുപോലെ തന്നെ നമ്മളെ ഈ കായലിലെ വെള്ളത്തിന് ഒരു പ്രത്യേക കളറാണ്, ആ വെള്ളം കൊണ്ട് വുളു ചെയ്തതിന് കുഴപ്പമില്ല. അല്ലാതെ അതിലേക്ക് നമ്മളായിട്ട് കലർത്തിയ നിറങ്ങൾ ഉണ്ടല്ലോ, ആ നിറങ്ങൾ കലർത്തിയ വെള്ളം കൊണ്ട് വുളു ചെയ്താൽ വുളു ശരിയാവില്ല. സാധാരണ വെള്ളം മാഉ മുത്ലഖുൻ. അതുപോലെ തന്നെ ഫർളിൽ ഉപയോഗിക്കപ്പെടാത്ത വെള്ളമായിരിക്കുക. ഇതിനോടൊപ്പം ചേർന്ന് മാഉൻ മുത്ലഖുൻ ഗൈറു മുസ്തഅമലുൻ ഫീ ഫർളിൻ, ഫർളിൽ ഉപയോഗിക്കപ്പെടാത്ത വെള്ളം. ഇന്നത്തെ കാലത്ത് പിന്നെ നമുക്ക് ഈ പൈപ്പിൽ നിന്ന് ടാപ്പിൽ നിന്ന് വുളു കൊടുക്കുന്നതുകൊണ്ട് ഇതൊരു പ്രശ്നമില്ല. പഴയ കാലത്തൊക്കെ ഇത് കാര്യമായിട്ട് പറയണമായിരുന്നു. കാരണം പാത്രത്തിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ചരിച്ചിട്ട് വുളു ചെയ്യുന്നത്. അപ്പൊ ചിലപ്പോൾ കഴുകിയ വെള്ളം അതിൽ വീഴും. ഇപ്പോഴും നമ്മൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചില്ല എങ്കിൽ മുഖം കഴുകിയിട്ട് ഒരാൾ മുഖം കഴുകി, ആ മുഖം കഴുകിയിട്ട് കൈ കഴുകുമ്പോൾ വെള്ളം പിടിക്കുമ്പോൾ ആ മുഖത്തിലെ വെള്ളം കൈ കുമ്പിളിൽ വീണ് കഴിഞ്ഞാൽ ആ വെള്ളം എന്താകും? ഉപയോഗിക്കപ്പെട്ട വെള്ളമാകും. മുഖം കഴുകി നമ്മൾ ഒരു പ്രാവശ്യം മുഖം കഴുകിയിട്ട് പിന്നെ കൈ കഴുകാൻ വേണ്ടി വെള്ളം പിടിച്ചോണ്ടിരിക്കുമ്പോൾ ഈ താടിയിൽ നിന്ന് മുഖത്തിൽ നിന്ന് വെള്ളം അതിലേക്ക് വീണ് കഴിഞ്ഞാൽ ആ വെള്ളം എന്താകും? ഉപയോഗിക്കപ്പെട്ട വെള്ളമാകും. ഒന്നാമത്തെ പ്രാവശ്യം കഴുകിയിട്ടാണെങ്കിൽ. മൂന്നാമത്തെ പ്രാവശ്യം കഴുകിയിട്ടാണെങ്കിൽ പ്രശ്നമില്ല, കാരണം അത് സുന്നത്തായ കാര്യമാണ്. ഒന്നാമത്തെ പ്രാവശ്യമാണ് നിർബന്ധമായത്, 2ഉം 3ഉം സുന്നത്താണ്. അപ്പോ ഫർളിൽ ഉപയോഗിക്കപ്പെടാത്ത നിരുപാധികമായ വെള്ളം കൊണ്ടായിരിക്കുക വുളു ചെയ്യേണ്ടത്. രണ്ടാമത്തത് ജറിയു മാഇൻ അലാ ഉളുവിൻ മഗ്സൂലിൻ, കഴുകപ്പെടുന്ന അവയവത്തിൽ വെള്ളം ഒലിപ്പിക്കുക, വെള്ളം ഒഴുക്കണം. കഴുകപ്പെടുന്ന വുളുവില് കഴുകപ്പെടേണ്ട അവയവങ്ങൾ ഏതൊക്കെയാണ്? മുഖമുണ്ട്, 2 കൈകളുണ്ട്, 2 കാല്, ഇതല്ലേ ഉള്ളൂ. വേറെ കഴുകപ്പെടുന്ന അവയവം വേറെ ഉണ്ടാ? തലയുണ്ടല്ലേ. തല കഴുകയല്ലോ, തല എന്താ ചെയ്യുന്ന? തല തടവുകയാണ് ചെയ്യുന്നത്. അപ്പൊ കഴുകപ്പെടുന്ന അവയവങ്ങൾ എന്ന് പറയാം മുഖം, 2 കൈ മുട്ടുൾപ്പെടെ 2 കാൽ, ഞെരിയാണ്ട് സൈഡ്. ഇതിൽ വെള്ളം ഒലിപ്പിക്കുക.
നമ്മൾ അങ്ങനെയല്ലേ ചെയ്യുന്നത്, അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷെ ചില സമയത്ത് നമുക്ക് വെപ്രാളത്തിൽ ചെയ്യുമ്പോൾ അബദ്ധം പറ്റിപ്പോയി. എന്താ, കൈ ഇങ്ങനെ ടാപ്പിലേക്ക് ഇട്ടിട്ട് ടാപ്പിൽ കാണിച്ചിട്ട് കൈ ഇങ്ങനെ കഴുകി തീർന്നതിന് ശേഷം നോക്കുമ്പോൾ കാണാൻ ഇവിടെ നനഞ്ഞിട്ടില്ല. അപ്പൊ ചിലപ്പോ എന്ത് ചെയ്യാം, ഈ നനവിനടുത്ത് എന്ത് ചെയ്യും, അവിടെ കൊണ്ട് നനയറ്റുന്നതിന് എന്ത് ചെയ്യും, ഇങ്ങനെ തടവും. അപ്പൊ അവിടെ നനഞ്ഞ്, പക്ഷെ അവിടെ നനഞ്ഞിട്ടുണ്ട്, അവിടെ എന്ത് സംഭവിച്ചിട്ടില്ല, വെള്ളം ഒഴുക്കിയിട്ടില്ല. അത് ശ്രദ്ധിക്കണം, മനസ്സിലായില്ലേ? മുഖം അങ്ങനെ നമ്മളെ കഴുകിയിട്ട് നോക്കുമ്പോൾ ഒരു ഡൗട്ട്, ഇവിടെ നനഞ്ഞിട്ടില്ലെന്ന്. അപ്പൊ ഇവിടെ ഇരിക്കുന്ന വെള്ളം കൊണ്ട് എന്ത് ചെയ്താൽ പോരാ, ഇവിടെ തടവിയാൽ പോരാ, വീണ്ടും വെള്ളം പിടിച്ചിട്ട് ഒഴിക്കണം. അതുപോലെ കയ്യും അങ്ങനെ. അപ്പൊ നമ്മൾ വെള്ളം ഒലിപ്പിക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. പിന്നെ തല തടവലായതുകൊണ്ട് അവിടെ എന്ത് ചെയ്യണ്ട, വെള്ളം ഒലിപ്പിക്കണ്ട. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. രണ്ടാമത്തെ ഷർത്ത് അതാ. മൂന്നാമത്തെ ഷർത്ത്, നമ്മൾ വുളു ചെയ്യുമ്പോൾ അല്ലാ യകൂന അലൽ ഉളുവി ഹായിലുൻ, വുളു ചെയ്യുന്ന അവയവത്തിൽ ഒരു മറയില്ലാതിരായിരിക്കണം. യംനഉ ഉസൂലൽ മായി, വെള്ളം ആ അവയവത്തിൽ ചേരുന്നതിനെ തടയുന്ന ഒരു മറ ഇല്ലാതിരിക്കുക എന്ന് പറയാൻ എന്താ, സാധാരണ കിതാബുകൾ പറയുന്നത് ചുണ്ണാമ്പ്, പഴയ കാലത്ത് അങ്ങനെ പറയാ, ചുണ്ണാമ്പ് എന്നൊക്കെ പറയും. ഇന്നത്തെ കാലഘട്ടത്തിൽ പറയാം മഷി, കട്ടിയുള്ള മഷി എവിടെയെങ്കിലും വുളുവിന്റെ അവയവത്തിൽ ഉണ്ടായാൽ ആ ഭാഗത്ത് എന്തെങ്കിലും വെള്ളം ചേരൂല, അപ്പൊ വുളു ശരിയാവൂല. അപ്പൊ പെയിന്റ് ചെയ്യുന്ന ഒരാള്, പെയിന്റിങ്ങുമായി ബന്ധപ്പെട്ട നിൽക്കുന്ന ഒരാളാണെങ്കിൽ സംബന്ധിച്ചിടത്തോളം അവയവത്തിൽ, വുളുവിന്റെ അവയവത്തിൽ പെയിന്റ് ഉണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചാൽ വുളു ശരിയാവില്ല. അതുപോലെ തന്നെ അതിൽപ്പെട്ടതാണ് നഖത്തിന്റെ അകത്തിരിക്കുന്ന അഴുക്ക്. നഖത്തിന്റെ അകവും വെള്ളം ചേരണം. അപ്പൊ അഴുക്ക്, നഖം വെട്ടാതിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഉള്ളിൽ അഴുക്കുണ്ടെങ്കിൽ ആ വുളു ശരിയാവൂല, ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ മുഖം കഴുകുമ്പോൾ മുഖത്തിന്റെ തൊലി മാത്രം കഴുകിയാൽ പോരല്ലോ, ഏതും കഴുകണം, രോമവും കഴുകണം, താടിയും മീശയും രോമവും കഴുകണം. കുളിക്കുന്ന ഒരാളാണെങ്കിൽ തല കഴുകുമ്പോൾ തലയുടെ മുടിയും കഴുകണം, അല്ലെ? അതനുസരിച്ച് എല്ലാവരുടെയും വുളു ശരിയാകുന്നുണ്ടോ? എല്ലാവരുടെയും വുളു അതനുസരിച്ച് ശരിയാകുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്, അല്ലേ? എങ്ങനെ? നമ്മൾ ഈ മുടി കറുപ്പിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ. മുടി കറുപ്പിക്കുമ്പോൾ പറയുമ്പോൾ എല്ലാ വിഷയവും നമ്മൾ അമല് സഹിയാകാൻ വേണ്ടി നമ്മൾ എല്ലാ വിഷയവും പറയേണ്ട കാര്യമാണ്. ഇപ്പൊ മുടി കറുപ്പിക്കുന്നത് രണ്ട് മൂന്ന് രൂപത്തിലുണ്ടെന്നാണ് പറയപ്പെടുന്നത്. മൈലാഞ്ചി ഇടുന്നത് പോലെ മുടി കറുപ്പിച്ചാൽ അവിടെ വെള്ളം ചേരും. കാരണം അവിടെ വസ്തു അവിടെ ഇല്ല, മറിച്ച് അതിന്റെ അടയാളമാണ് അവിടെ ഉള്ളത്. മൈലാഞ്ചി ഇപ്പൊ നമ്മൾ ഇട്ടിട്ട് അതെന്ത് ചെയ്യണം, മൈലാഞ്ചി കുറച്ച് സമയം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, നീക്കിക്കളയും. പിന്നെ അവിടെ ഉള്ളത് എന്താണ്, അതിന്റെ അടയാളമാണ്, അതിന്റെ നിറം മാത്രമാണ്. അപ്പൊ മുടി കറുപ്പിക്കുന്ന ഒരാള് ഇതുപോലെ മുടി കറുപ്പിച്ചപ്പോൾ ഇട്ട സാധനം പിന്നീട് കഴുകി കളഞ്ഞു, പിന്നെ അവിടെ എന്തേ ഉള്ളൂ, അടയാളം മാത്രമേ ഉള്ളൂ എങ്കിൽ കുഴപ്പമില്ല, നമ്മളെ മൈലാഞ്ചി പോലെയായി. പക്ഷേ ഇട്ട സാധനം അവിടെ തന്നെ ഉണ്ട്, അത് മുടിയോട് ചേർന്നിരിക്കുകയാണ്, ഏതുപോലെ, മഷി വിരണ്ടിരിക്കുന്നത് പോലെ, എന്നാൽ ഒന്നും സഹിയാവൂല. ഇന്നത്തെ സാഹചര്യത്തിലൊക്കെ ഇതൊക്കെ എങ്ങനെ ശരിയാവും, അല്ല എങ്ങനെ പറഞ്ഞാൽ ഇതൊക്കെ പറ്റോ എന്നൊക്കെ ചോദിച്ചാൽ ഫിഖ്ഹിന്റെ നിയമങ്ങൾ പറയേണ്ടവർ ഇതിനെ പഠിച്ചവരെന്ത് ചെയ്യണം, പറയുക തന്നെ വേണം, അല്ലെ? അത് കൃത്യമാണ്. ഇനി അതല്ലാതെ ഇപ്പോഴത്തെ പുതിയ രീതി അനുസരിച്ച് ഇതുപോലെ തന്നെ മൈലാഞ്ചിയും മറ്റ് സാധനങ്ങളൊക്കെ, മെറ്റീരിയലൊക്കെ ചേർത്തുകൊണ്ട് ഓർഗാനിക് ആയിട്ടൊക്കെ ഇറങ്ങുന്ന മൈലാഞ്ചി പോലെ കറുപ്പിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. അത് കഴുകി ആ സാധനം അങ്ങ് കളഞ്ഞാലും അവിടെ എന്ത് ചെയ്യും, കറുത്ത് തന്നെ ഇരിക്കും എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തില്ല, വുളുവിന് കുഴപ്പമില്ല. കാരണം ആ വസ്തു അവിടെ ഇല്ല, അതിന്റെ അടയാളമേ ഉള്ളൂ, മൈലാഞ്ചി പോലെ. അതാ അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അതെന്തായാലും അവരവര് പരിശോധിച്ച് അവരവരുടെ വുളു ശരിയാക്കേണ്ട കാര്യമാണ്, അല്ലെ? ആരായാലും ഏത് നിലയിലായാലും നമ്മളുടെ ഇബാദത്ത് സഹിയാകണം, വുളു ശരിയാകണം. അതിന് ഈ കറുപ്പിക്കുന്നതിന്റെ അടയാളം മാത്രമേ ഉള്ളൂ എങ്കിൽ വെള്ളം ചേരും. അതല്ല, കറുപ്പിക്കാൻ ഉപയോഗിച്ച മെറ്റീരിയൽ, ആ സാധനം അവിടെ തന്നെ ഉണ്ടെങ്കിൽ വെള്ളം ചേരൂല, വുളുവും ശരിയാവൂല, കുളിയും ശരിയാവൂല, അപ്പൊ നിസ്കാരവും ശരിയാവൂല. അതാണ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോ മൂന്നാമത്തതാ, ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം, കേട്ടാ. ഇതൊരു പ്രഭാഷണം, വാഴല്ല. വാഴൊക്കെ നമ്മളിപ്പോ യൂട്യൂബിലൊക്കെ തുറന്ന കിട്ടാത്ത വാഴണ്ട. ഏത് വിഷയമാണെന്ന് എന്ത് ചെയ്താൽ മതി, ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി, അല്ലേ? അതാണ്. അതൊക്കെ കേൾക്കാനും നമുക്ക്
മനോഹരമാണ്, രസമാണ്. പക്ഷെ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട കാര്യങ്ങളാണ്. സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്തില്ല എങ്കിൽ ഈ ചെയ്യുന്ന അമലുകളൊക്കെ ബാത്തിലാകും. പടച്ചവൻ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നാലാമത്തെ ഷർത്ത്, മൂന്നെണ്ണായില്ലേ? ഒന്ന്, മുത്തലഖായ നിരുപാധികമായ വെള്ളം കൊണ്ടായിരിക്കാം വുളൂ ചെയ്യേണ്ടത്. രണ്ട്, വുളൂ ചെയ്യുമ്പോൾ വുളൂഇന്റെ അവയവത്തിൽ വെള്ളം ഒഴുക്കുക. മൂന്ന്, ആ ശരീരത്തിൽ വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളത്തെ തടയുന്ന, വെള്ളം അവയവത്തിൽ ചേരുന്നതിനെ തടയുന്ന ഒരു വസ്തു അവയവത്തിൽ ഇല്ലാതിരിക്കുക. 4, വെള്ളത്തെ പകർച്ചയാക്കുന്ന ഒരു വസ്തു, അതാണ് മൂന്നായിട്ട് വരുന്നത്. വെള്ളത്തെ പകർച്ചയാക്കുന്ന ഒരു വസ്തു അവയവങ്ങളിൽ ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ പറഞ്ഞ പോലത്തെ പെയിന്റോ മഷിയോ ഒക്കെ കട്ടിക്ക് ഉണ്ടായിരിക്കുകയും വെള്ളം അവിടെ ഒഴിക്കുമ്പോൾ ആ വെള്ളം ഒഴിച്ചത് കാരണമായിട്ട് മഷിയും പെയിന്റ് അവിടേക്ക് എന്തായി, പടർന്ന് വെള്ളത്തിന്റെ നിറം വ്യത്യാസം വന്നു. അങ്ങനത്തെ ഒരു സാധനവും അതൊക്കെ സാധനം ഉണ്ടാകാറില്ല. നമ്മൾ സൂക്ഷ്മത പാലിക്കാറുണ്ട്. ഇല്ലാതിരിക്കുക. അഞ്ചാമത്തത്, ദുഖൂലു വഖത്തിൽ ലിദാഇമി ഹദസിൻ, നിത്യ അശുദ്ധിക്കാരൻ സമയമായതിനു ശേഷം വുളൂ ചെയ്യുക. സാധാരണ ഇപ്പൊ അങ്ങനെയൊക്കെ ഒരുപാടുണ്ട് അല്ലെ? പ്രായമേറി വരുമ്പോഴേക്കും എപ്പോഴും മൂത്രം പൊയ്ക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ മൂത്രത്തിന് ട്യൂബ് ഇടുക. ഇങ്ങനെയുള്ള ഒരാള്, അവർക്ക് നിസ്കാരം നിർബന്ധമാണ്. അവർക്ക് നിസ്കാരം ഒഴിവല്ല. എപ്പോഴും അശുദ്ധിയാണല്ലോ, ട്യൂബ് ഇട്ടിരിക്കുകയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് നിസ്കാരം ഒഴിവാകോ? ഇല്ല. സ്ത്രീകൾക്കാകട്ടെ പുരുഷന്മാർക്കാകട്ടെ ഓർമ്മയുള്ളിടത്തോളം കാലം നിസ്കാരം. പക്ഷെ അത് നിസ്കാരത്തിന്റെ രൂപം പറയുമ്പോൾ അവിടെ ഞാൻ ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്നു. അവിടെ നമുക്ക് കൂടുതൽ അത് പറയാം. എന്തായാലും ഒരാള് എപ്പോഴും അശുദ്ധിയാണ്, എപ്പോഴും മൂത്രം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ട്യൂബ് ഇട്ടിരിക്കുകയാണ്, അവരെന്ത് ചെയ്യാവൂ? ലൊഹർ നിസ്കരിക്കണമെങ്കിൽ ലൊഹറിന്റെ ബാങ്ക് കേട്ടതിന് ശേഷം വുളൂ ചെയ്യുക. പെട്ടെന്ന് ഫർളുകൾ മാത്രം ചെയ്തുകൊണ്ട് നിസ്കരിക്കുക, സലാം വിട്ടുക. അപ്പൊ സമയമാകുന്നതിന് മുമ്പ് വുളൂ ചെയ്തുകൊണ്ടിരുന്നാൽ വീണ്ടും ബാങ്ക് വിളിക്കുമ്പോഴേക്ക് എന്താവും? ആ വുളൂ നഷ്ടപ്പെട്ടതല്ലേ? സമയമാകുമ്പോഴേക്കും വുളൂ നഷ്ടപ്പെടും. അതുകൊണ്ട് സമയമായതിനു ശേഷമായിരിക്കണം അവർ വുളൂ ചെയ്യേണ്ടത്. സ്ത്രീകളാകട്ടെ പുരുഷന്മാരും, വീട്ടിലെ കിടപ്പ് രോഗികളൊക്കെ ഉണ്ടാകും. ആ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പൊ ലൊഹർ നിസ്കരിക്കണമെങ്കിൽ അല്ലെങ്കിൽ അസർ നിസ്കരിക്കണമെങ്കിൽ സമയമായതിനു ശേഷം, ബാങ്ക് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് അവരെ കൊണ്ട് വുളൂ ചെയ്യിപ്പിട്ട് ഫർളുകൾ മാത്രം നിർവഹിച്ചുകൊണ്ട് നിസ്കരിച്ച് സലാം വിട്ടുക. അതവർക്ക് നിർബന്ധമാണ്. അല്ല ട്യൂബ് ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ എപ്പോഴും അശുദ്ധിയാണ് എന്ന് വിചാരിച്ചിട്ട്, എപ്പോഴും പമ്പേഴ്സ് വെച്ചിരിക്കുകയാണെന്ന് വിചാരിച്ചിട്ട് പ്രായപൂർത്തിയായ ആരുടെയും നിസ്കാരം ഒഴിവല്ല. അത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇപ്പൊ കിടപ്പ് രോഗികൾക്ക് ശുശ്രൂഷിക്കുന്ന മക്കള്, സഹോദരങ്ങള്, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് പോലെ, അവരെ വൃത്തിയാക്കുന്നത് പോലെ അവരെ കൊണ്ട് നിസ്കരിപ്പിക്കലും ആർക്ക് നിർബന്ധമാണ്? ആ ശുശ്രൂഷിക്കുന്നവർക്ക് നിർബന്ധമാരുമാ. അത്രയും പ്രാധാന്യമാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനി ഇൻഷാ അല്ലാഹ് നിസ്കാരം വുളൂവിന്റെ ഫർളുകൾ, നമ്മൾ ഇന്ന് നിസ്കാരത്തിന്റെ ഷർത്തുകൾ 5 പറഞ്ഞു, വുളൂവിന്റെ ഷർത്തുകളും 5 പറഞ്ഞു. ഇനി നമുക്ക് വുളൂവിന്റെ ഫർളുകൾ ഇൻഷാ അല്ലാഹ് നാളെ വിശദീകരിക്കാം. അള്ളാഹു കേൾക്കാനും പഠിക്കാനും നമുക്ക് സഹീഹായ നിലയിൽ അമലുകൾ ചെയ്യാനും തൗഫീഖ് നൽകുമാറാകട്ടെ.